ലീഗൽ അസിസ്റ്റന്റിന്റെ ഒരു PYQ ക്വസ്റ്റൻ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. Section 27 of the Indian Evidence Act permits the use of discovery evidence, which lays down strictly as to how much of the information contained in the statement of the accused is made admissible. Which one of the following information is relevant under this section? The options വരുന്നത് that relates to the past user of the object, information given by the accused as relates distinctly to the fact thereby discovered, that relates to only the place of occurrence, that relates to nature of the object. നമുക്കറിയാലോ, ഒരു പോലീസിനോട് പറയുന്ന, അതായത് ഒരു പ്രതി നടത്തുന്ന കൺഫെഷൻ സാധാരണയായിട്ട് കോടതിയിൽ തെളിവായിട്ട് എടുക്കാനായിട്ട് പാടില്ല എന്നാണ് നിയമം പറയുന്നത്. ഇന്ത്യൻ എവിഡൻസ് ആക്ടിന്റെ സെക്ഷൻ 25-ലും 26-ലും ഇത് തന്നിട്ടുണ്ട്. കാരണം എന്താണ്? പോലീസ് ഭീഷണിപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ മർദ്ദിച്ചിട്ടോ പറയിപ്പിക്കുന്നതാകാം എന്നുള്ള ഒരു പ്രിസംഷനിലാണ് ഇങ്ങനെ ഒരു കാര്യം കൊടുത്തിട്ടുള്ളത്. എന്നാൽ ഇതിന് സുപ്രധാനമായിട്ടുള്ള ഒരു എക്സെപ്ഷൻ സെക്ഷൻ 27-ൽ തന്നിട്ടുണ്ട്. അതായത് പോലീസിന്റെ കസ്റ്റഡിയിലുള്ള ഒരു അക്യൂസ്ഡ് നൽകുന്ന ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കേസിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിർണായകമായിട്ടുള്ള ഏതെങ്കിലും ഒരു പുതിയ ഫാക്ട് അല്ലെങ്കിൽ ഒരു തൊണ്ടി മുതൽ, ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും വെപ്പൺ, മോഷ്ടിച്ചുള്ള സ്വർണം, ഒരു മൃതദേഹം കണ്ടെത്താൻ സാധിക്കുകയാണെങ്കിൽ പ്രതി പറഞ്ഞിട്ടുള്ള മൊഴിയിൽ ഏത് ഭാഗമാണോ ആ കണ്ടെത്തലിലേക്ക് കൃത്യമായിട്ട് നയിച്ചത് ആ ഒരു ഭാഗം മാത്രം കോടതിയിൽ തെളിവായിട്ട് സ്വീകരിക്കാം. സോ അതാണ് കറക്റ്റ് ആൻസർ. അതായത് ഇൻഫർമേഷൻ ഗിവൺ ബൈ ദ അക്യൂസ്ഡ് ആസ് റിലേറ്റ്സ് ഡിസ്റ്റിങ്ക്ട്ലി ടു ദ ഫാക്ട് thereby discovered. ഈ ഒരു കാര്യം നമ്മുടെ പുതിയ BSAയിൽ നോക്കുവാണെങ്കിൽ ഇതിന്റെ അടിസ്ഥാനമായിട്ടുള്ള നിയമതത്വത്തിൽ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. എന്നാൽ സെക്ഷൻ നമ്പർ മാറിയിട്ടുണ്ട്. പഴയ ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ സെക്ഷൻ 27 പുതിയ BSAയിൽ സെക്ഷൻ 23 ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ പുതിയ നിയമപ്രകാരമാണ് ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ സെക്ഷൻ 23 പ്രകാരമായിരുന്നു ഈ ഒരു ഇൻഫർമേഷന്റെ റെലവൻസി ചോദിച്ചിട്ടുണ്ടായിരിക്കുക. സോ അത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. സെക്ഷൻ 27 ഇന്ത്യൻ എവിഡൻസ് ആക്ടും സെക്ഷൻ 23 BSA ആണ്. ആ ഒരു മാറ്റം മാത്രമാണ് ഉള്ളത്.